ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈതൻ ഡയറീസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ആൾമോസ്റ്റ് 1 മന്തായി. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അത് അപ്ലോഡായിട്ട് തന്നെ 1 മന്തായി. പിന്നെ ഞാനാണെങ്കിൽ അതിന് ശേഷം ഭയങ്കര തിരക്കിലായി. ഇപ്പോൾ എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ നോമ്പിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയി പോയതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ വരാൻ ലേറ്റായത്. അതിനുശേഷം ഞങ്ങൾ നാട്ടിലും പോയിട്ടില്ല. ഇനി മോളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പോകാനായിട്ട്. അപ്പം വെക്കേഷൻ ആകുമ്പോഴത്തേക്ക് കുറച്ച് നാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തിരിഞ്ഞൊക്കെ നിൽക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ റമദാൻ മാസം ആയതിൻ്റെ തിരക്ക് എന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ഓർത്തത് നോമ്പൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് ജോലിഭാരം കുറഞ്ഞിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നല്ല പണിയാണ്. ഞാൻ ഇടയത്താഴത്തിനുള്ളതും കൂടി രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. കാര്യം രാവിലെ എഴുന്നേറ്റ് പിന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. ചായ ഇടാനുള്ള സമയം മാത്രമേ കിട്ടത്തുള്ളൂ. പയ്യന്മാരാരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ അതോടുകൂടി അന്നത്തെ ദിവസത്തെ ഫുൾ പ്ലാനിങ് തെറ്റും. അതുകൊണ്ട് നല്ല ജോലി തിരക്കാണ്. പിന്നെ ഇവിടെ എല്ലാവർക്കും നോമ്പുണ്ട്. ഇക്കാക്കും റയയ്ക്കും സോനുവിനും. എനിക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഒരു നോമ്പെടുത്തപ്പോൾ തന്നെ എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയി. ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് റേമോളുടെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അവൾ ഡാൻസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവളൊരു ചൈനീസ് ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം എന്നെയും സൈമൂനെയും കൂടെ ഒരു ബൈക്കിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സോനും പെണ്ണും റേസും കൂടി പിന്നെ വന്നു പ്രോഗ്രാം കാണാനായിട്ട്. കുട്ടികളുടെ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അധികം നേരം ഇരിക്കാനൊന്നും പറ്റിയില്ല. പിള്ളേർ സമ്മതിക്കത്തില്ലായിരുന്നു. റേസിനാണെങ്കിൽ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് സീറ്റേ കിട്ടിയില്ല. പിന്നെ കിട്ടി വന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊക്കെ സീറ്റ് കിട്ടി. അപ്പോൾ അതായപ്പോൾ അവൻ ഈ പിള്ളേരൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ അവന് കയറണം. ആ സ്റ്റേജിൻ്റെ സ്റ്റെപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ പല വട്ടമായിട്ട് അങ്ങോട്ട് ഓടുകയായിരുന്നു. പിന്നെ ഞാൻ അധികം നേരം അവനെ അവിടെ നിർത്തിയില്ല. റയയുടെ പ്രോഗ്രാം ഇതായിരുന്നു. അത് കഴിഞ്ഞ പാട് ഞാൻ തിരിച്ച് ഞങ്ങളിങ്ങ് വീട്ടിൽ വന്നു. ഇക്കായും ഓഫീസ് നേരെ ഹാളിലോട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ ആ ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. കാരണം നമ്മളധികം ചൈനീസ് ഡാൻസൊന്നും അങ്ങനെ കാണാറില്ലല്ലോ. ഇവർ പുറത്തുനിന്ന് കൊറിയോഗ്രാഫേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത്, എല്ലാ ഡാൻസും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ എൻ്റെ മോൻ്റെ ഒരു മാജിക് ഷോ ഉണ്ട്. ക്യാമറ നോക്കി പറ, ഒന്നുകൂടെ കാണിക്കും. എന്ത് ചെയ്യേണ്ട ഉമ്മി? ഓക്കെ, ഹൈ ഫൈ. അപ്പോഴും മാജിക് ആണോ? എന്താണ്? എങ്ങനെ? ഈ കയ്യിലടിക്കണം. അപ്പോഴും അപ്പൊ ആ കയ്യിൽ എന്ത് വരും? ആ കയ്യിൽ എന്ത് വരും? ഇത് ആരാ പഠിപ്പിച്ചേ? എവിടെ? ഇങ്ങോട്ട് നോക്കൂ കുട്ടികളെ, വീഡിയോ ആണ്. സേ ഹലോ, ഹായ്, ഹൗ ആർ യു? നമ്മൾ എവിടെയാണ് റേ വന്നിരിക്കുന്നത്? പറഞ്ഞിട്ടോ, എവിടെയാണ്? എവിടെയാണ്? അങ്ങനെ ഒരു സൺഡേ ഞങ്ങൾ പുറത്തു പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ പോയത് വൈപ്പിൻ ബീച്ചിലാണ്. ഒക്കെ എൻ്റെ അടുത്ത് വന്ന സമയം തൊട്ട് പറയുന്നതാണ് ഇവിടെ ഒരു ബീച്ചുണ്ട്, കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ വർക്കലയും കോവളമൊക്കെ കണ്ടു കിടക്കുന്ന നമുക്ക് എന്ത് ബീച്ച് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. പക്ഷേ കൊള്ളാം, അടിപൊളിയായിരുന്നു. കുറച്ച് പോകണം എന്നാലും അടിപൊളിയായിരുന്നു. വൈകുന്നേര സമയം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ ഈ പട്ടം പറത്തുന്നതായിരുന്നു എനിക്ക് ഭയങ്കര രസമുള്ളൊരു കാഴ്ച. കാരണം ഇങ്ങനെ കുറേ പട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇക്കായും സോനും ഒരു പട്ടം മേടിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഇവനെയും കൊണ്ടൊന്ന് ബീച്ചിലോട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. ഞാൻ റേസുവിനെ അങ്ങനെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നും കൊണ്ടൊന്നും പോയിട്ടില്ല. മുൻപ് കൊണ്ടുപോയ സമയത്ത്
അവന് ചെറിയ പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇടയ്ക്ക് സോൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് സൈമയുടെ ബ്രദറുണ്ട് സച്ചു, അവൻ കായലിലൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചു. ഇവന് ഭയങ്കര ഇഷ്ടം വെള്ളത്തിൽ കളിക്കാൻ. അങ്ങനെ ധൈര്യമൊക്കെ സമ്മതിച്ച് ഞാൻ കൊണ്ടുപോവാണ്. പിന്നെ എനിക്കും പേടിയാണ്, കാറ്റൊക്കെ അടിച്ച് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമോ, പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിൽക്കത്തില്ലേ, അങ്ങനെയുള്ള 100 ടെൻഷൻ്റെ ഇടയിലാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷെ അവൻ നല്ലപോലെ എൻജോയ് ചെയ്തു. വെള്ളത്തിൽ നിന്നൊക്കെ കയറിയിട്ട് ദേ പട്ടം പറത്തുന്ന കളിയിലോട്ട് കടന്നിരിക്കുകയാണ്. ആദ്യം സോനു ഒരു പട്ടം മേടിച്ച് അത് മര്യാദയ്ക്ക് വർക്കാവുന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് ഇക്കായും സോനുവും കൂടെ പോയി വേറെ 2 പട്ടം വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അവർ പറത്തി കളിച്ചു. അത് കഴിഞ്ഞ് ഇക്കയുടെ പട്ടം പൊട്ടിപ്പോയി. അത് കഴിഞ്ഞ് സോനു അവൻ്റെ പട്ടം എനിക്ക് പറത്താനായിട്ട് തന്നതാണ്. ഇവർക്ക് ബീച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. റൈസു ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. അവന് വെള്ളത്തിൽ കണ്ടിട്ട് ഭ്രാന്തായിരുന്നു, ഒരു പേര് തിരിച്ച് കയറി വന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് അകത്തോട്ട് മാറി നിന്ന് കളിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്നപ്പോൾ നല്ലോണം ഇരുട്ടി തുടങ്ങി. പിന്നെ റൈസു ഫുള്ള് നനഞ്ഞിട്ടുള്ള അവന് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ വണ്ടി കയറ്റി കൊണ്ടുവന്നു. ഞങ്ങൾക്ക് അന്ന് സത്യത്തിൽ രാത്രി ഗസ്റ്റ് ഉണ്ടായിരുന്നു. മുന്നായും വാപ്പി നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ്. ഈവനിങ് ഇക്ക ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയതാണ്. മുന്നായും വാപ്പി വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ. അപ്പോൾ രാവിലെ തൊട്ട് വാപ്പി സോനുവും ബൈക്കിൽ എന്തൊക്കെ കാണാൻ പോയി, വാട്ടർ മെട്രോയോ അങ്ങനെ ലുലുവിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചാട്സ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഈ പെമ്പിള്ളേർ രണ്ടിനെ പറഞ്ഞു കൊതിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ സമൂസ ചാട്ട്, പിന്നെ പാനിപ്പൂരി, ബേൽപൂരി, സേവ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സ്ഥിരം പോയിൻ്റാണ് ഇവിടെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി എല്ലാവരെയും കൂടിയിട്ട്. അപ്പോൾ സോനു വാപ്പി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്ക് ആകെയുള്ള പേടി ഈ റേസൂനെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ നേരെ റോട്ടോട്ടൊക്കെ ഓടിക്കളയും. അതൊരു ചെറിയ ടെൻഷനാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാനിപ്പൂരി സാധനങ്ങളൊക്കെ. അപ്പോൾ ആര് വന്നാലും ഞാനൊന്ന് കൊണ്ടുപോകും. അപ്പോൾ സൈനിയെ വന്നപ്പോൾ സൈനിയെ കൊണ്ടുപോയി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനങ്ങളൊക്കെ. മുന്നേ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞ് കൊതിപ്പിച്ചത് കാരണം കൊണ്ടിട്ട് പ്രാവശ്യം അവരെയും കൂടി കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കറങ്ങാനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ ഒരു കുഞ്ഞ് സെലിബ്രേഷനായിരുന്നു, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എനിക്ക് 1 വയസ്സും കൂടി. അപ്പോൾ രാത്രി 12 മണി സമയമൊക്കെ നോക്കി വെച്ചു. കേക്കൊക്കെ നേരത്തെ മേടിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.
ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആ കേക്കിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ കേക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബർത്ത്ഡേയുടെ അന്ന് ഉച്ചയ്ക്ക് ശേഷം വാപ്പിയും മുന്നായും തിരിച്ചു പോയി. പിന്നെ ഇത് ഞാനും ഇക്കായും കൂടി അന്ന് പുറത്ത് പോയപ്പോൾ എടുത്തൊരു ക്ലിപ്പിംഗ് ആണ്. ചുമ്മാ ഞങ്ങൾ എന്തോ സാധനം വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ബൈ ബൈ.